നമസ്കാരം. ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. കശ്മീരിനെ കീറി മുറിക്കാനുള്ള വലിയ വെല്ലുവിളി ഉയർത്തി ഹമാസ് അനുകൂലികളുടെ പരസ്യ ഭീഷണി മുഴങ്ങിക്കേൾക്കുകയാണ്. അതിനുള്ള എല്ലാവിധ പിന്തുണയും ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് പാകിസ്ഥാൻ നൽകിപ്പോരുന്നു. ഇന്ത്യക്കെതിരെ അങ്ങനെ പുതിയ രീതിയിലുള്ള ഭീകരാക്രമണ പദ്ധതിയാണ് ഹമാസ് സംഘടന ആസൂത്രണം ചെയ്യുന്നത്. ഇസ്രയേലിനോട് പയറ്റിത്തെളിഞ്ഞ് ഏറ്റവും ഒടുവിൽ മുട്ടുപടക്കി ഇപ്പോൾ ഇന്ത്യയോട് ചൊറിയാൻ നീക്കം നടത്തുകയാണ് ഹമാസ്. ഫെബ്രുവരി 5 ബുധനാഴ്ച പാക്-അധീന കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തയ്ബ എന്നീ ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ഹമാസിൻ്റെ തീരുമാനം. ഏകദേശം ഒരു വർഷം മുമ്പ് ഓർത്തെടുക്കുകയാണെങ്കിൽ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഉടലെടുത്ത സാഹചര്യത്തിൽ അന്നും സമാനമായി കശ്മീരിനെ ചൊല്ലി ഒരു വലിയ വിവാദം ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടിരുന്നു. ഹമാസ് കശ്മീർ വിഷയം അടക്കം എടുത്തു പറയുന്ന ഒരു സംഗതിയിലേക്ക് കടന്നിരുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അഖണ്ഡതയും സമാധാനത്തെയും ഒക്കെ തന്നെ മുറിവേൽപ്പിക്കുന്നതാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും മറ്റും ഇടപെടേണ്ടതായിട്ടില്ല എന്നുള്ള സൂചന ഇതിനു മുൻപ് പലതവണ പല സാഹചര്യങ്ങളിൽ പലർക്കും താക്കീത് നൽകിയിട്ടുള്ളതാണ്. റാവൽകോട്ടിലെ ഷഹീദ് സാബിർ സ്റ്റേഡിയത്തിൽ നടന്ന കശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് കോൺഫറൻസ് എന്ന പരിപാടിയിലാണ് ജെയ്ഷെ മുഹമ്മദിലെ ഒരു ഭീകരൻ വേദിയിൽ വെച്ച് ഹമാസും പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ആ പ്രഖ്യാപനം നടത്തിയത്. പലസ്തീനിലെ മുജാഹിദീനും കശ്മീരിലെ മുജാഹിദീനും ഇപ്പോൾ ഒന്നിക്കുന്നു. ഡൽഹിയിൽ രക്തം ചൊരിയാനും കശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താനുമുള്ളൊരു സമയമായി മാറിയിരിക്കുന്നുവെന്നാണ് പരസ്യമായി തന്നെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഈ ഭീകരൻ ഭീഷണിപ്പെടുത്തിയത്. ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ തൽഹ സയ്യിദ്, ജെയ്ഷെ കമാൻഡർമാരായിട്ടുള്ള അസ്ഗർ ഖാൻ കശ്മീരി, മസൂദ് ഇല്യാസ്, ഉന്നത ലഷ്കർ ഇ തയ്ബ നേതാക്കൾ എന്നിവരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുവെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോട് നോക്കിക്കാണുന്ന ഒരു വിഷയം, ഇറാനിലെ ഹമാസ് പ്രതിനിധിയായ ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയും ഹമാസ് നേതാവിൻ്റെ കശ്മീർ സന്ദർശന പരിപാടിയിൽ പങ്കെടുത്തു. ഇതിനു പുറമെ തന്നെ ഒട്ടനവധി പലസ്തീൻ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഫെബ്രുവരി 5 പാകിസ്ഥാൻ കശ്മീർ ഐക്യദാർഢ്യ ദിനം ആചരിക്കുകയും ഇന്ത്യ വിരുദ്ധ അജണ്ട മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. കശ്മീർ ഐക്യദാർഢ്യ ദിനം എന്ന മറവിൽ ഭീകരത പ്രോത്സാഹിപ്പിക്കാനാണ് പാകിസ്ഥാൻ ഈ ദിവസത്തെ ഉപയോഗിക്കുന്നത്. അതിൽ പാകിസ്ഥാന്റെ നിർണായകമായ പങ്ക് ഒരിക്കലും കാണാതിരിക്കാനായി സാധിക്കില്ല. ജെയ്ഷെ മുഹമ്മദും LTTEയും പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2019 പുൽവാമ ബോംബാക്രമണം എന്നിവയുൾപ്പെടെ ഒട്ടനവധി ഭീകരാക്രമണങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അണിയറയിൽ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ളത്. നേരത്തെ 2023 ഒക്ടോബർ 7 ഗാസ മുനമ്പിൽ നിന്നും 100 കണക്കിന് ഹമാസ് ഭീകരർ ഇസ്രയേലിന്റെ മേഖലയിലേക്ക് നുഴഞ്ഞു കയറി 1000-ലധികം ആളുകളെ കൊന്നൊടുക്കി, 251ഓളം ആളുകളെ ബന്ദികളാക്കി സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ആക്രമണങ്ങളിലൊന്നായി ഇസ്രയേലിനെ കൊണ്ട് ചെന്നെത്തിച്ചു. അതിന് പിന്നാലെ ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന യുദ്ധം, അത് കെട്ടടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മറ്റു മേഖലകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാൻ ഹമാസ് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റതിന് പിന്നാലെ ഇനി ഗാസ മുനമ്പിൽ യാതൊരുവിധ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ഗാസയെ ഒഴിപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഭീകരതയുടെ വേരറുത്ത് കഴിഞ്ഞപ്പോൾ മറ്റു മേഖലയിൽ തങ്ങൾക്ക് വേരോട്ടമുണ്ടാക്കാനുള്ള ഒരു പ്രവൃത്തിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഗാസ മുനമ്പിൽ നിന്നും തെക്കൻ മധ്യ ഇസ്രയേലിലേക്കൊക്കെ തന്നെ പലസ്തീൻ ഭീകരർ വലിയ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ എന്നിവരുൾപ്പെടെ ഒട്ടനവധി ആളുകളെ ബന്ദികളാക്കി ഭീകരർ കൊണ്ടുപോയി. 1300-നടുത്ത ആളുകളാണ് വെടിവെപ്പിൽ അന്ന് കൊല്ലപ്പെട്ടത്. സ്ത്രീകളെ നഗ്നരാക്കി തെരുവുകളിൽ പരേഡ് നടത്തി. നിരവധി ആളുകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. അതിൻ്റെ വീഡിയോകളടക്കം പുറത്തുവിട്ടു. ഒട്ടനവധി ആളുകളെ ബന്ദികളാക്കി. അവരിൽ ചിലരെ സമാധാന കരാറിൻ്റെ ഭാഗമായി സമീപ ദിവസങ്ങളിൽ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏഷ്യൻ മേഖലയിലേക്ക് കൂടി കടക്കുന്നു. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ സമീപകാല സംഭവവികാസങ്ങൾ, പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുമായി വർദ്ധിച്ചു വരുന്ന ബന്ധം, ഇതൊക്കെ തന്നെ ഹമാസിൻ്റെ സ്വാധീനം ഇന്ത്യയുടെ സമീപ മേഖലയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. നേരത്തെ 2023 ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ പലസ്തീനെയും കശ്മീരിനെയും പിന്തുണച്ച് എല്ലാ ഇസ്ലാമിസ്റ്റുകളും ഒന്നിക്കണമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ 2024 ജൂണിൽ ഹനിയയും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകളിൽ ഒരാളും ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇതിന് പിന്നാലെ
ഈ സന്ദേശം, ഈ ആശയം ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കാൻ തന്നെയാണ് ഹമാസിൻ്റെ ഇന്ന് ജീവനോടെയുള്ള നേതാക്കൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനോട് സന്ധി ചെയ്യുകയോ വിട്ടുവീഴ്ചയോ ഒന്നും തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് നൽകാനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.